ഇങ്ങനെ ഒരു ഇതിൽ കമ്പനി അടിച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വിളി വരുന്നത്. അപ്പോൾ ഇവള് ഹോസ്പിറ്റലായി എന്നുള്ള സാധനം. അപ്പം ഞാൻ ഇവിടെ വിളിച്ചു, ഇവിടെ കാര്യം എന്നോട് പറഞ്ഞു. അപ്പോൾ പെയിൻ വരുന്നുണ്ട്, അപ്പോൾ അതിനൊരു എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ എടുക്കണം, ലൈക്ക് ഫോർ പെയിൻലെസ് സർജറി. നമ്മൾ സ്പൈനിലൊരു ഇഞ്ചക്ഷൻ എടുക്കും. അപ്പോൾ എപ്പിഡ്യൂറൽ എടുക്കണം, സൈൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവളെൻ്റെ അടുത്ത് 2 തവണ വിളിച്ചപ്പോൾ ഞാൻ കൂട്ടുകാരോടെ നിൽക്കുകയാണല്ലോ. അപ്പൊ ഞാൻ കുമാരോടെ നിൽക്കുന്ന സമയത്ത് 2 തവണ വിളിച്ചു. 3-ാമത്തെ തവണ വിളിച്ചിട്ട് ഇവള് എന്നോട് ചോദിച്ചു, താൻ ഇവിടെ കിടക്കുക. ഞാൻ പറഞ്ഞ് അപ്പൊ എനിക്ക് ഭയങ്കര ഇത് മര്യാദ, എന്റെ അവരൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കല്ലേ. അല്ല അത് മോശമല്ലേ, അവരെ ഒരു മര്യാദ വേണം. ഇത് ഇവിടെ അവരൊക്കെ എനിക്ക് വേണ്ടി കാണാൻ വന്നില്ല. ഞാനിവിടെ തന്റെ കൊച്ചിനെ കൊണ്ടുള്ള ടെൻഷനോടെ ഞാൻ വരാം. ഞാൻ പറയുന്നത് ഞാൻ വരാം. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ അസിസ്റ്റന്റ് ഉണ്ട്, സജി ഷിനോജ് ഡ്രൈവറുണ്ട്. അപ്പം നമ്മൾ സജി ഷിനോജ് അവിടെ ഇല്ലായിരുന്നു, താനൊരു മനുഷ്യനാണ് അവിടെ. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ പറൂ എന്ന് പറഞ്ഞ പോലെ ഞാൻ പെട്ടെന്ന്, നമുക്ക് ആ സീരിയസ്നെസ് ഒന്നും എനിക്ക് അവിടെ സംഭവിക്കുന്നത് എന്താന്ന് ഞാൻ കാണുന്നില്ല, എനിക്കറിയില്ല. അല്ലല്ല, അമ്മയും അച്ഛനൊക്കെ ഉണ്ട്, ഓക്കെ. പക്ഷെ ഈ ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ ഹസ്ബൻഡിന്റെ സിഗ്നേച്ചർ വേണം. ഓക്കെ, ലൈക്ക് സിഗ്നേച്ചർ വേണ്ട, സൈൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ പറയണ്ടേ, അപ്പൊ എന്റെ കൂടെ വന്നവന്മാര് അത്യാവശ്യം പണ്ടത്തെ കമ്പനിക്കാരാ, സുഹൃത്തുക്കളാ. അപ്പൊ എന്നോട് അവൻ ചോദിച്ചു, എന്ത് വാട്ട് ഹാപ്പൻഡ് ചോദിച്ചു. നോ വൈഫ് ഇസ്, ഓ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പ്രഗ്നന്റ് അല്ല, കൺസീവ് ചെയ്യാൻ. വാവ് കൺഗ്രാജുലേഷൻസ്. അപ്പൊ എന്നോട് ചോദിച്ചു, എന്നാ വാ പോവാന്ന്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ അടിച്ചിട്ടുള്ളത് ഈ സമയത്ത് പോണ്ട, നീ വരണ്ട. അലവലാദികളായ സുഹൃത്തുക്കളാണ് എന്റെ. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. ആക്ച്വലി ഞാൻ പോയി വരുന്നതും പോകുന്നതും നേരെ കയറി നമുക്ക് കാണാലോ, പോകുന്നതും കയറുന്നതും കുഞ്ഞിനെ അടുത്ത് തന്നെ ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ടൈമിംഗ്. കറക്റ്റ് ടൈമിനാണ് ഞാൻ എത്തുന്നതും, അതാണ് ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞത്. സാർ കൊണ്ടുപോയി പെയിൻ ഇൻഡ്യൂസ് ചെയ്യാൻ മരുന്നൊക്കെ കൊടുത്തു, ഓക്കെ. അപ്പോ അല്ല, പക്ഷെ അതിന് എനിക്ക് യാതൊരു പ്രശ്നമില്ല. അവിടെ എന്ത് വേണം, നമ്മൾ ഈ നിന്ന് സ്പോട്ടിൽ പേടി വാങ്ങിക്കുമല്ലോ, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പൊ എനിക്കത് ചെയ്ത് അവളെ ഞാൻ ചീത്ത പറഞ്ഞു, ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ പോയപ്പോ തന്നെ അത്രയും നേരം പെയിൻ ഇതാക്കിയിട്ടും വരാത്ത കുട്ടി, ഞാൻ വന്ന് കയറി കാല് വെച്ചത് ആശുപത്രിയിൽ എടുത്ത് വെച്ചതും കുട്ടി വരുന്നു. ഞാൻ പറഞ്ഞു, ഇതാ കഴിഞ്ഞല്ലോ, ഇതാണ് ഐശ്വര്യം. ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഇത്രയും നേരം കഷ്ടപ്പെട്ട് കാണുന്നില്ലല്ലോ. അവർ പലരും പുഷ് 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 എന്നൊന്നും പറഞ്ഞ ഒരു കാര്യമില്ല. കാലെടുത്ത് വെച്ചതും കൊച്ചു വന്നു. അതാണ് ഒരാള് ചേട്ടൻ ഡെലിവറി റൂമിന്റെ അകത്ത് ഭാര്യ പെയിനിന് പ്രസവിക്കുന്ന സീനൊക്കെ കണ്ട് കരഞ്ഞു തുളുമ്പി വിഷമിച്ചു എന്ന് വിചാരിച്ച കഥയൊക്കെ കേൾക്കാൻ വന്നപ്പോ കൊച്ചു പ്രസവിച്ച എന്റെ ആള് ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്നല്ല, പ്രസവിച്ച് കഴിഞ്ഞിട്ടല്ല. ഞാൻ കേറുമ്പോ കാണുന്ന കൊച്ചിനെ അവര് ഇങ്ങനെ ജസ്റ്റ് പുറത്തെടുത്ത് നേരെ കൊണ്ടുവന്ന് വൈപ്പ് ചെയ്തിട്ട് നേരെ എന്റെ കൈ തരിക. അതാണ് നേരെ അപ്പൊ തന്നെ റെഡി. അന്ന് എന്റെ ജീവിതം മാറിയതാ, 4 വർഷം ആയിട്ട്. അന്ന് എന്റെ ലൈഫ് മാറിപ്പോയി. ടേണിംഗ് പോയിന്റ്. അത് കഴിഞ്ഞിട്ടോ അതിനിടയിൽ വേറെയും കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതിനിടയിൽ ഞാൻ ഓൾറെഡി മറ്റേ അവളുടെ അച്ഛൻ്റെന്നും എൻ്റെ അച്ഛൻ്റെന്നും കാശൊക്കെ വാങ്ങിച്ചിട്ട് വേണം അവരുടെ ആഗ്രഹത്തെ ഞാൻ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടോ. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, നമ്മളെ സന്തോഷത്തിൽ പങ്കുചേരുക എന്നല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ. ആ സന്തോഷത്തിൽ പങ്കുചേരാനാ ചേച്ചി വിളിച്ചത്. അതെ, ഞാൻ ടൈമിങ്ങിലല്ലേ എത്തിയത്. അതെ, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. MyTrips.com, India's #1 travel and tourism company. നിങ്ങളുടെ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പ്ലാനുകൾ സുഗമമായി ക്രമീകരിക്കും MyTrips.com. കൂടുതൽ വിവരങ്ങൾക്ക് MyTrips.com വെബ്സൈറ്റ് സന്ദർശിക്കുക. ബാവയുടെ ബർത്ത്ഡേക്ക് ഒരു ക്യാപ്ഷൻ ചേട്ടൻ ഇട്ടേക്ക, എന്റെ ഉറക്കമില്ലാതായിട്ട് ഇന്നേക്ക് 2 വർഷം. എന്താ ചേട്ടാ അങ്ങനെ അല്ല, അതാ പറഞ്ഞത്. ഭയങ്കര പ്രശ്നക്കാരിയാ. എന്റെ മോളായതുകൊണ്ട് ഞാൻ പറയല്ല. എന്നെ യാതൊരു വിലയില്ല. അത് എന്താന്നറിയില്ല, എനിക്ക് പൊതുവെ ആരെയും വിലയില്ലാത്തതുകൊണ്ട് എന്റെ അതേ സ്വഭാവം. ഓക്കെ, എന്നെ യാതൊരു വിലയില്ല. അപ്പൊ എന്നെ കാണുന്നത് തന്നെ, അവള് കാണുന്നത് തന്നെ, ഞാൻ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യനായിട്ടാണ് എന്നെ കാണുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഗോ ടേക്ക് ബാത്ത്, വാഷ് യുവർ ഹാൻഡ്സ്, ചപ്പൽ റിമൂവ് ചെയ്യ ചപ്പൽ. എന്നെ പഠിപ്പിക്കലാണ് ഇവളുടെ പരിപാടി.
എല്ലാം ഇതിന്റെ ഏറ്റവും വലിയ രസം ഇതൊക്കെ ഞാനാണ് ഇവളോട് പറഞ്ഞു കൊടുത്തത്. പക്ഷെ ഇതൊക്കെ ഇവള് തിരിച്ച് എന്നോട് തന്നെ പറയാൻ തുടങ്ങി കുറച്ച് ഇതായപ്പോ. 3 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും 2.5 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ. അപ്പൊ എന്നെ കാണുമ്പോൾ തന്നെ അത് നോക്കിയിട്ട് ഡിഡ് യു ഹാവ് ഫുഡ് ഡിഡ് യു ഹാഡ് യുവർ ഫുഡ്? ഞാൻ പറഞ്ഞു യെസ്. യു ഹാഡ് യുവർ ഫുഡ്? യെസ് ഐ ഹാഡ്. വാഷ് യുവർ ഹാൻഡ്സ്. ഫുൾ എന്നെ ഫുൾ കലിപ്പത്തിയ ആ കാര്യത്തില്. അപ്പൊ ഞാൻ ഉറങ്ങുമ്പോൾ വരെ ഇപ്പൊ രാവിലെ ഞാൻ ഉറങ്ങുവാണ് എന്നെ എഴുന്നേപ്പിച്ചിട്ട് വൈ ഇറ്റ്സ് മോർണിംഗ് വൈ ഇസ് സ്ലീപ്പിംഗ് സ്റ്റിൽ എന്നൊക്കെ പറഞ്ഞ ഫുൾ പ്രശ്നം. പക്ഷെ ഇവള് ചിലപ്പോ ഒരു ഉച്ചക്ക് ഉറങ്ങിയാലും ഒരു കുഴപ്പമില്ല. പിന്നെ രാത്രി തന്നെ ഉറങ്ങാൻ സമ്മതിക്കൂല. കം ഓൺ ലെറ്റ്സ് വാച്ച് സംതിങ് യു ആർ ഓൾവേസ് സ്ലീപ്പിംഗ്. ഫുൾ പ്രശ്നം. അതുകൊണ്ട് ഞാൻ അത് സ്നേഹമില്ലാത്തോണ്ടല്ല ചേട്ടാ, അച്ഛനോടുള്ള സ്നേഹം ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ലല്ലോ. പ്രശ്നക്കാരിയാന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. ഭയങ്കര സ്നേഹം ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ എന്റെ കാര്യങ്ങൾ. കാരണം ഞാൻ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരുത്തനാന്നുള്ള ഒരു ഫീലിംഗ് അവൾക്ക് 2-2.5 വയസ്സ് തന്നെ അവൾക്ക് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ എന്നെ അച്ചടക്കം പഠിപ്പിക്കുക എന്നുള്ളതാണ് അവളുടെ ലക്ഷ്യം പോലെയാണ് അവള് എന്നോട് പെരുമാറുന്നത്. ഇപ്പഴേ അച്ഛനെ ഒന്ന് പിടിക്കണം. എന്നോട് ഇന്നലെ വന്നിട്ട് എന്നോട് പറഞ്ഞു ലുക്ക് അറ്റ് യു ആർ സോ ഫാറ്റ്. ലുക്ക് അറ്റ് യുവർ ടമ്മി. വാട്ട് ഈസ് ദിസ്? യു ആർ സോ ഫാറ്റ്. അപ്പൊ ഞാൻ യെസ് ഐ വാണ്ട് ടു റെഡ്യൂസ് മൈ വെയിറ്റ്. ഐ വിൽ ഡു ഇറ്റ് ഫോർ മീ. ഓക്കെ ഫൈൻ. അപ്പൊ എന്നോട് എപ്പോഴും പറഞ്ഞറിയാമോ ഫൈൻ. ഇതാണ് എൻ്റെ അടുത്തുള്ള ഫൈൻ സാധനം. ഫൈൻ ഓക്കെ ഫൈൻ ഇങ്ങനെ ഒരു സാധനം. യു ആർ സോ ഫാറ്റ് യു ആർ സോ ഫൈൻ. അതൊരു പോക്ക. പിന്നെ ചേട്ടൻ പറഞ്ഞില്ലേ കല്ലൊക്കെ എടുത്തെറിയും നല്ല ഉപദ്രവമാണെന്നൊക്കെ. ഇപ്പൊ അതൊക്കെ സ്വഭാവത്തിൽ നിന്നൊക്കെ മാറ്റമൊക്കെ ഉണ്ടോ? അത് കുറച്ച് ആൾക്കാർ ഇവരെ കൂട്ടത്തിൽ ഇവരെ ഫ്രണ്ട്സ് വരുമ്പോ മാത്രമേ ഉള്ളൂ അറ്റാക്ക്. ആ ഗ്യാങ് വരുമ്പോ പൊതുശത്രു ഞാനായി മാറും ഇവരുടെ. ഓക്കെ എന്തൊക്കെയോ അതെന്തൊക്കെയോ എന്തുകൊണ്ടാന്ന് പറഞ്ഞോടാ. ചിലപ്പോ അവരുടെ പ്രായത്തിൽ ഒരാളെ പോലെ എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ കുട്ടികളുടെ മനസ്സാണല്ലോ എനിക്ക്. അപ്പൊ അതുകൊണ്ടാവാം. പിന്നില്ലേ ധ്യാൻ ചേട്ടനെ ഈ ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴേക്കും ധ്യാൻ ചേട്ടൻ ആരാധകർ പുറത്ത് ഭയങ്കര കൂടുതലാ. പക്ഷെ വീടിന്റെ ഉള്ളിലുള്ളവർക്ക് ഭയങ്കര പുച്ഛാണെന്നുള്ളത്. അതെപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാ വീടുകളിലും. നമുക്കൊരിക്കലും എന്റെ വീട്ടിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ വലിയ എന്തോ സംഭവം എന്ന് അവരെ വിചാരം. അപ്പൊ നമ്മളെ പുച്ഛമായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണല്ലോ എന്റെ വീട്ടിൽ. എന്റെ ചേട്ടനും അച്ഛനൊക്കെ അങ്ങനെ വിചാരിക്കുമ്പോ അവരെന്തോ സംഭവം എന്ന് അവര് വിചാരിച്ചു കഴിയുമ്പോൾ നമ്മളെ പുച്ഛിക്കും. എനിക്ക് അവരെന്നും അതുകൊണ്ട് തന്നെ ബഹുമാനവും സ്നേഹമേ ഉള്ളൂ. കാരണം എനിക്കറിയില്ലല്ലോ ഞാൻ അവരൊരു വലിയ സംഭവം അല്ലാന്ന് എനിക്കറിയാം. പക്ഷെ പുറമേയുള്ള ആൾക്കാർക്ക് അറിയാലോ ഞാനൊരു വലിയ സംഭവമാണ്. അല്ലേ? നേരത്തെ കാര്യം എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണേ. വീട്ടിൽ തിരിച്ചു കയറ്റാൻ. അതാണ് ഒരു അച്ഛൻ മകന് തരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അങ്ങനെ വേണം. എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എന്താണെങ്കിലും അത് അച്ഛനെതിരെയാണെങ്കിൽ പോലും ആ സ്വാതന്ത്ര്യം അച്ഛൻ തരണം. അച്ഛന്റെ മുഖത്തൊക്കെ ചേട്ടൻ ഈ സ്വാതന്ത്ര്യം ഒരിക്കലും പറയില്ലല്ലോ. എനിക്ക് ഇന്റർവ്യൂല് പറയാനുള്ള ധൈര്യം. മുഖത്ത് നോക്കി നമ്മൾ ഒരാളെ അച്ഛനെ നോക്കി മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ അച്ഛൻ പറഞ്ഞ തെറ്റായി പോയി മോശമായി പോയി പറയേണ്ട കാര്യം എന്താ? ഇന്റർവ്യൂ കാണുമ്പോ ബാക്കിയുള്ള അച്ഛനെ അറിയിച്ചോ. അങ്ങനെ ഏതൊരു ഇന്റർവ്യൂ കണ്ടിട്ട് വന്നിട്ട് നീ പറഞ്ഞിട്ടുണ്ടോ എന്നോടോ? അതാ പറഞ്ഞ അങ്ങനെ ചോദിക്കുന്ന ആളല്ലോ. ഞാൻ പറഞ്ഞല്ലോ ലെജൻഡ് അൾട്രാ. ഓക്കെ. ഈ ബൈക്ക് ക്രേസ് ഒക്കെ എവിടം വരെ എത്തി? പുതിയ വല്ല കളക്ഷൻസ് എന്തെങ്കിലും? ഒന്നുമല്ല, മതിയായി. നോക്കാൻ നിർത്തിയ ആൾക്കാരും അവിടെ തന്നെ നിക്കാണോ അതോ ആളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണോ? ഒന്ന് മറ്റേ ഡുക്കാട്ടിക്ക് പനി, മറ്റേത് ജലദോഷം, മറ്റേ വയറുവേദന എന്ന് പറഞ്ഞ പോലെ എപ്പോഴും കട്ടപ്പുറത്താ ബൈക്കൊക്കെ. ഇതൊന്നും ഇന്ത്യൻ റോഡുകളിൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വണ്ടി അല്ലാത്തത് കൊണ്ടും പിന്നെ നോക്കാൻ നിർത്തുന്നവർക്കൊക്കെ വേറെ ജോലി ഉണ്ടോ അതോ അവര് നിങ്ങൾ ധ്യാന്റെ വണ്ടിയൊക്കെ നോക്കാൻ നിക്കാന്നാണോ പറയുന്നത്? അല്ല അല്ല, എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ പണ്ട് നമുക്ക് ജീവിതത്തിൽ നമുക്ക് കിട്ടാത്തതും അല്ല വാങ്ങിച്ചു തരാത്തതും കാര്യങ്ങളുണ്ടാവില്ല. അപ്പം അച്ഛൻ എനിക്ക് വണ്ടി വാങ്ങിച്ചു തരുമല്ലായിരുന്നു, ബൈക്കിനോട് ഭയങ്കര ഇഷ്ടവും. അപ്പം അത് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് വാങ്ങിച്ച് കുറച്ച് കുറേ വണ്ടിയൊക്കെ വാങ്ങിച്ച് അച്ഛനെ കാണിക്കാം കണ്ടോ ഞാൻ അതായിരുന്നു ഇന്റൻഷൻ. അത് കഴിഞ്ഞോടുകൂടി എനിക്ക് ബൈക്കും എടുത്തു. ഇപ്പം അതെല്ലാം വിറ്റിട്ട് ഞാൻ കുറച്ച് പാവങ്ങളെ സഹായിക്കാന്നുള്ള തീരുമാനത്തിൽ.